നമസ്കാരം. കേരളത്തെ ചൂട് പിടിപ്പിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇന്ന് ദിവസം കഴിയുന്നു. മെയ് 4-ന് ഫലം വരുമ്പോൾ തങ്ങൾക്ക് എത്ര ശതമാനം വോട്ട് കിട്ടുമെന്ന കണക്കുകൂട്ടലിലാണ് കേരളത്തിലെ 3 മുന്നണികളും. അവരുടെ കണക്കുകൂട്ടലുകൾ നടക്കുമ്പോൾ തന്നെ നമ്മുടേതായ കണക്കുകൂട്ടൽ 140 മണ്ഡലങ്ങളിൽ നടത്താം. ആരായിരിക്കും വിജയിക്കുക, ആര് തോൽക്കും, മൂന്നാമത് വരുന്നത് ആരാവും, ഏത് മുന്നണി ഭരണത്തിൽ വരും, ആരുടെ വാദങ്ങൾ ജനങ്ങൾ സ്വീകരിക്കും, ആരുടെ വാദങ്ങൾ ജനങ്ങൾ കുപ്പത്തൊട്ടിയിൽ എറിയും എന്ന വിശദമായ വിശകലനം ചെയ്യാം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 3 മണ്ഡലങ്ങളാണ്. കോട്ടയം ജില്ലയിലെ വൈക്കം, എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട്, തൊട്ടടുത്ത മണ്ഡലമായ പെരുമ്പാവൂർ എന്നിവയാണ്. നമുക്ക് ആദ്യം കോട്ടയത്തേക്ക് പോകാം. അവിടെയാണ് നമ്മൾ പറഞ്ഞ വൈക്കം. കായലും പുഴയും പാടങ്ങളും നിറഞ്ഞ അവയെ ആശ്രയിച്ച് ജീവിക്കുന്ന ജനവിഭാഗങ്ങളാണ് വൈക്കം മണ്ഡലത്തിലുള്ളത്. നാനാജാതി വിശ്വാസങ്ങൾ വളരെ കെട്ടുറപ്പോടെ പോകുന്ന പ്രദേശമാണ് വൈക്കം. കൃഷിയിലൂന്നിയ ജീവിതമാണ് ഇവിടുത്തെ ഭൂരിപക്ഷ ജനങ്ങളുടെയും. എക്കാലത്തും ഇടതുപക്ഷത്തിനൊപ്പം നിന്ന മണ്ഡലമാണ് വൈക്കം. കഴിഞ്ഞ 10 വർഷമായി ഈ മണ്ഡലത്തെ CK ആശയാണ് നയിച്ചത്. CK ആശയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷത്തെ ജനഹൃദയങ്ങളിൽ എത്തിക്കാൻ കാരണമായത്. അതിനുദാഹരണമാണ് അസാധ്യമെന്നു കരുതിയ കോട്ടയം ആലപ്പുഴ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന നേരേക്കടവ് മാക്കേക്കടവ് പാലം. 98.09 കോടി രൂപ ചെലവഴിച്ച് 11.23 മീറ്റർ വീതിയിലാണ് പാലം പണിതിരിക്കുന്നത്. CK ആശയുടെ മറ്റു വികസന പ്രവർത്തനങ്ങൾ ചിലത് ഇതൊക്കെയാണ്. വൈക്കത്തെ ഒരു അന്താരാഷ്ട്ര പൈതൃക കേന്ദ്രമാക്കി മാറ്റാനുള്ള സർക്കാർ പ്രവർത്തനങ്ങൾ, പെൻഷൻ മുടങ്ങാതെ വീട്ടിലെത്തിക്കുന്നതിനും മെഡിക്കൽ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനുമുള്ള ഇടതുപക്ഷ വോളണ്ടിയർമാർ നടത്തിയ ഇടപെടലുകൾ, വൈക്കത്തെ പ്രധാന ഉപജീവന മാർഗമായ കൃഷിയും മത്സ്യബന്ധനവും മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾ, മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവർക്കായി പ്രത്യേക പാക്കേജുകൾ എത്തിക്കുകയും ചെയ്തത് ഇടതുപക്ഷത്തെ CK ആശയെ ജനങ്ങൾക്ക് നെഞ്ചിലേറ്റാൻ കാരണമായി. ഇത്തവണ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് P പ്രദീപാണ്. പ്രദീപിന്റെ വിജയ സാധ്യത പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ തവണകളിലെ കണക്കുകൾ വ്യക്തമായ സൂചനകളാണ് നൽകുന്നത്. 2016-ൽ 24,584 വോട്ടുകൾക്കായിരുന്നു ഭൂരിപക്ഷമെങ്കിൽ 2021-ൽ 29,122 വോട്ടുകൾക്കാണ് ആശ ജയിച്ചത്. ഈ വൻ ഭൂരിപക്ഷം തന്നെയാണ് 2026-ൽ ഇടതുപക്ഷത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയായ K ബിനിമോൻ ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണെന്ന് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് അധികാരമോഹം തലയ്ക്ക് പിടിച്ച് പാർട്ടി വിട്ടു BJPയിൽ മത്സരിക്കുന്ന K അജിത്തിനെയും ജനങ്ങൾ സ്വീകരിക്കാൻ സാധ്യതയില്ല. ഭരണവിരുദ്ധ വികാരമില്ലാത്തതും വൈക്കം മണ്ഡലത്തെ CK ആശ വികസന പാതയിൽ എത്തിച്ചതും വൈക്കം ജനത ഇത്തവണയും ഇടതുപക്ഷത്തെ ഒപ്പം ചേർത്ത് പിടിക്കാനാണ് സാധ്യത. ഇനി അടുത്ത മണ്ഡലമായ കുന്നത്തുനാട്ടിലേക്ക് പോകാം. അതിവേഗം നഗരവൽക്കരണം നടക്കുന്ന എറണാകുളം ജില്ലയിലെ ഒരു മണ്ഡലമാണ് കുന്നത്തുനാട്. വിവിധ തരത്തിലുള്ള വ്യവസായ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിവിധ കാർഷിക മേഖലകളും ഉൾപ്പെടുന്നതാണ് കുന്നത്തുനാട്. വർഷങ്ങളായി UDFന്റെ കീഴിലായിരുന്ന ഈ മണ്ഡലം 2021-ൽ LDF സ്ഥാനാർത്ഥി PV ശ്രീനിജൻ കോൺഗ്രസിൽ നിന്നും പിടിച്ചടക്കി. അന്ന് ശ്രീനിജൻ തോൽപ്പിച്ചത് 10 വർഷം MLA സ്ഥാനം വഹിച്ച VP സജീന്ദ്രനെയാണ്. 2026-ൽ കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയ മണ്ഡലമാണ് കുന്നത്തുനാട്. ഏകദേശം 80%-ലേറെയാണത്. ഇനി ഈ മണ്ഡലത്തിലെ വിജയപരാജയം നോക്കിയാൽ നിലവിലെ MLA PV ശ്രീനിജൻ 2,330 കോടി രൂപയുടെ വികസനമാണ് മണ്ഡലത്തിൽ നടപ്പാക്കിയത്. അദ്ദേഹത്തിന്റെ വികസനവും 2020 പോലെയുള്ള പാർട്ടികൾക്കും സംഘപരിവാറിനും നേരെ എടുത്ത നിലപാടും ഒക്കെ തന്നെ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒപ്പം എതിർപക്ഷത്തിന്റെ ചില രാഷ്ട്രീയമായ നീക്കങ്ങൾ PV ശ്രീനിജന് അനുകൂലമായി വരാനാണ് സാധ്യത. അതിൽ എടുത്തു പറയേണ്ടത് പുത്തൻകുരിശ് വടവുകോട് പഞ്ചായത്ത് ഭരിക്കുന്നതിന് വേണ്ടി NDA UDF തമ്മിലുണ്ടാക്കിയ കൂട്ടുകെട്ടാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2020 NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച മുൻ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ബാബു ദിവാകരൻ 2020-ക്ക് മണ്ഡലത്തിൽ നിന്ന് സ്വന്തമായി ഒരു സ്ഥാനാർത്ഥിയെ പോലും കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കൊല്ലത്ത് നിന്നും ആളെ ഇറക്കിയത്. 2020 BJPയുമായി സഖ്യകക്ഷിയായതും ഒരു കോൺഗ്രസ് പ്രവർത്തകനെ സ്ഥാനാർത്ഥിയാക്കിയതുമെല്ലാം PV ശ്രീനിജന് ഒരു അനുകൂലമായ സാഹചര്യം സൃഷ്ടിച്ചേക്കാം. നിലവിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി
10 കൊല്ലം ഈ മണ്ഡലം ഭരിച്ചിട്ടും വേണ്ടത്ര വികസനം കൊണ്ടുവന്നിട്ടില്ല. ഈ വിരോധം ജനങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴുമുണ്ട്. അത് PV ശ്രീനിജന് അനുകൂലമായ നേട്ടമാണ്. ഒപ്പം ശ്രീനിജൻ സമസ്ത മേഖലകളിലും നടത്തിയ വികസനങ്ങൾ കാണിക്കുന്നത് LDF അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ്. ഇനി തൊട്ടടുത്ത മണ്ഡലമായ പെരുമ്പാവൂരിലേക്ക് പോകാം. മണ്ഡലം പ്രശസ്തമായത് ഫ്ലൈവുഡ് കച്ചവടത്തിലും അതിഥി തൊഴിലാളികളുടെ തലസ്ഥാന നഗരമെന്ന നിലയിലുമാണ്. പെരുമ്പാവൂരിൽ ഇത്തവണ LDF വിജയത്തിന് സാധ്യതയുണ്ടെന്ന് പറയാൻ കാരണം ഇത്തവണ LDF അവതരിപ്പിക്കുന്നത് കോൺഗ്രസിലെ ക്രൗഡ് പുള്ളറായ ബേസിൽ പോൾ എന്ന സ്ഥാനാർത്ഥിയെയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ വലിയ വിഭാഗം വോട്ട് LDFന് കിട്ടാനാണ് സാധ്യത. നമുക്കറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് എമ്മിന് സീറ്റ് കൊടുത്തു എന്നതുകൊണ്ട് മാത്രം കൈവിട്ടു പോയൊരു മണ്ഡലമാണ് പെരുമ്പാവൂർ മണ്ഡലം. പെട്ടെന്ന് കേരള കോൺഗ്രസ് എം LDF മുന്നണി പ്രവേശനം നടത്തുന്നു. ആ പ്രവേശനം LDFനും കേരള കോൺഗ്രസ് എമ്മിനും വലിയ രീതിയിൽ ക്ഷീണമാകുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ ബാബു ജോസഫ് എന്ന സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് അവതരിപ്പിക്കുന്നു. അത് വലിയ രീതിയിൽ ക്ഷീണം ഉണ്ടാവുകയും ലക്കിന് ദുർബലനായിട്ടും എൽദോസ് കുന്നപ്പള്ളി വിജയിക്കുന്നു. നിലവിലെ MLA ആയ എൽദോസ് കുന്നപ്പള്ളിയുടെ വികസനരഹിതമായ ഭരണവും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും കല്ലിട്ടുപോയ പൂർത്തിയാകാത്ത വികസന പദ്ധതികളും പീഡന ആരോപണം നേരിട്ടിട്ടും MLA ആയി തുടരുന്നതും ഇങ്ങനെയുള്ള ആരോപണങ്ങൾ എല്ലാം തന്നെ UDFന് എതിരായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് തന്നെയാണ് LDFന് അനുകൂലമായി വരുന്നതും. ഇനി NDAയുടെ കാര്യമെടുത്താൽ NDAക്ക് ഒട്ടും വേരോട്ടമില്ലാത്ത മണ്ണാണ് പെരുമ്പാവൂർ. 2020 BJPയിലേക്ക് ചേർന്നതോടെ ഉണ്ടായിരുന്ന അണികളെ കൂടെ നഷ്ടപ്പെടുത്തുകയാണ് 2020 ചെയ്തത്. അതുകൊണ്ട് തന്നെ NDAക്ക് LDFനെതിരെ വലിയ വെല്ലുവിളി ഉയർത്താൻ കഴിയില്ല. ഈ സൂചനകൾ നൽകുന്നത് പെരുമ്പാവൂർ ഇത്തവണ LDFനൊപ്പമാണെന്നാണ്.